സാധാരണക്കാരാണ് എന്റെ വാർത്തയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന റിപ്പോർട്ടർമാർ. അവരാരും തന്നെ മാധ്യമപ്രവർത്തകരല്ല. പക്ഷേ മലയാളിയുടെ പ്രതികരണശേഷി മരിച്ചിട്ടില്ല എന്ന് അവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും സ്വാഗതം എന്റെ വാർത്തയിലേക്ക്. ആരും അറിയാതെ പോകുന്ന കണ്ടുപിടുത്തങ്ങൾ. കായംകുളത്ത് നിന്ന് ബി.എഡ് കോളേജ് അധ്യാപകനായ സിറ്റിസൺ ജേർണലിസ്റ്റ് ഷൈജു. കണ്ടുപിടുത്തങ്ങൾ ജനോപകാരപ്രദമാകുന്നത് അവയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോഴാണ്. പക്ഷേ കണ്ടുപിടുത്തങ്ങൾ പുറം ലോകം അറിഞ്ഞില്ലെങ്കിലോ? കായംകുളത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ഷൈജു. ഞാൻ ഷൈജു, കായംകുളം സ്വദേശി, ചവറ വലിയ മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപകനാണ്. കായംകുളം ചേരാവള്ളി സ്വദേശി ഗിരീഷിന്റെ വീട് ഒരു പരീക്ഷണശാലയാണ്. നാം ഭ്രാന്തെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല ആശയങ്ങളും ഗിരീശൻ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. തന്റെ മുറികളുടെ 4 ചുമരുകൾക്കുള്ളിൽ ഗിരീശൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തെ രാജാവാകുന്നു. പുറം ലോകമറിയാത്ത ജനോപകാരപ്രദമായ 69ഓളം കണ്ടുപിടുത്തങ്ങളുണ്ട് ഗിരീശന്റെ പക്കൽ. ഏകദേശം 69ഓളം ഇൻവെൻഷൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വയർലെസ് വോട്ടിംഗ് മെഷീൻ തന്നെ, പിന്നെ സ്പീഡ് ഗവർണർ, ഇലക്ട്രോണിക് സ്പീഡ് ഗവർണർ, RC ബുക്ക്, പിന്നെ ഇപ്പോൾ കണ്ട മിറ്റം തൂക്കുന്ന മെഷീൻ, പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം, അത് തന്നെ 3-4 തരത്തിലുണ്ടായിരുന്നു. MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഗിരീശന്റെ പ്രായം 25. കുട്ടിക്കാലത്തെ തുടങ്ങിയ കമ്പമാണ് പരീക്ഷണങ്ങളോട്. പക്ഷേ ഗിരീശന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും കുട്ടിക്കളിയല്ല. നല്ല കാര്യങ്ങളാവും കണ്ടുപിടിക്കുന്നത്. എല്ലാത്തിൻ്റെയും മെഷർ, സെക്യൂരിറ്റി, സത്യസന്ധത, ഇതൊക്കെ തന്നെ രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിന് ഞാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ബൂത്ത് പിടിച്ചെടുത്താലും നശിപ്പിക്കാനാവാത്ത വയർലെസ് വോട്ടിംഗ് മെഷീൻ. ഗിരീശന്റെ ഈ കണ്ടുപിടുത്തം ഇലക്ഷൻ കമ്മീഷനെ ഒട്ടേറെ തലവേദനകളിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നതാണ്. ഇത് വയർലെസ് വോട്ടിംഗ് മെഷീൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയൊരു വോട്ടിംഗ് മെഷീനാണ്. ഇതിൽ ഇപ്പം നിലവിലുള്ള വോട്ടിംഗ് മെഷീനുള്ള പ്രത്യേകത, ബൂത്ത് ക്യാപ്ചറിങ് വോട്ടിംഗ് മെഷീൻ നശിപ്പിക്കൽ അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, എത്ര ആളുകൾക്ക് വേണം, എത്ര കാൻഡിഡേറ്റിന് വേണമെങ്കിലും ഇതിനകത്ത് എൻട്രി ചെയ്യാവുന്നതാണ്, വോട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വോട്ടിങ്ങും ഒരേ ദിവസം തന്നെ നടക്കുകയും അതിൻ്റെ റിസൾട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, പോളിംഗ് ഓഫീസിൽ നമ്മൾ വോട്ട് ചെയ്യുന്നിടത്ത് ടച്ച് പാഡും അതിൻ്റെ ടച്ച് പാഡുള്ള ഒരു ഡിവൈസാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ മെമ്മറി യൂണിറ്റ് സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും കളക്ടറേറ്റ് അതുപോലുള്ള സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചിരിക്കും. ഇതിൽ നമ്മളൊരു കാർഡിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വോട്ടായി എന്നുള്ളതിൻ്റെ റിപ്ലൈ ഈ യൂണിറ്റിലെത്തുകയും പോളിംഗ് ഓഫീസിൽ ലോക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് വീണ്ടും അടുത്ത കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് എത്ര കാൻഡിഡേറ്റിന് വേണമെങ്കിലും എത്ര യൂസറിന് വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനെ നേരിട്ട് കണ്ട് ഗിരീശൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഞാൻ ആദ്യം പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിനെ കാണിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലെറ്റർ വന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ 2007 ഓഫീസർ നളിനി മാഡം റിപ്ലൈ അയച്ചിരുന്നു, താല്പര്യമുണ്ട്, ഇന്ത്യ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതുവരെ 2-2.5 വർഷമായി, ഇതുവരെ ഒന്നും റിപ്ലൈ ആയിട്ടില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലോകത്തെവിടെ നിന്നും സ്വന്തം കാറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയും ഗിരീശൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാറിന്റെ സെക്യൂരിറ്റിയാണ് ആദ്യം അങ്ങനെ ഒരു വിൽക്കുന്ന ഒരു രീതി വന്നത്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം നമുക്ക് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇലക്ട്രിക്കൽ പാരാമീറ്റർ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം, ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിനെ സ്റ്റാർട്ട് ചെയ്യാം, എൻജിൻ ഓഫ് ചെയ്യാം, AC ഓൺ ചെയ്യാം, AC ഓഫ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് ഏത് രാജ്യത്തു നിന്നാണ് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു സാങ്കേതികവിദ്യ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തപ്പോഴാണ് ആദ്യം വിറ്റ ഉപകരണം അങ്ങനെ. ഭരതൻ ഇഫക്റ്റ് എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയ താല്പര്യമാണ് ഈ ഇലക്ട്രോണിക് ചൂലിന് പിന്നിൽ. ആദ്യമൊക്കെ തന്റെ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള മോഹവുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു ഗിരീശൻ. പക്ഷേ പ്രോത്സാഹനം നിറഞ്ഞ സമീപനം ഒരു വകുപ്പിൽ നിന്നും ഉണ്ടായില്ല. ആദ്യമൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഗവൺമെന്റിന് അയച്ചു കൊടുക്കുകയും അതുപോലുള്ള അതാത് മേഖലയിലേക്കുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പം 1-2 മേഖലയിൽ നിന്ന് റിസീവ് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരെ ഉണ്ടായി. അപ്പോൾ പിന്നീട് അതിൻ്റെ പുറകെ നിന്ന് നടന്നിപ്പം കൊറിയർ ചെയ്ത് അയക്കുക, അതിൻ്റെ പുറകെ നടക്കുക, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് പിന്നെ അതെന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് മാറുന്നത്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ബാധിച്ച രാജ്യത്ത് നല്ലതിന്
വളരെ സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വന്തം കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് പോലും എടുക്കാൻ ഇന്ന് സാധാരണക്കാരന് കഴിയുന്നില്ലെന്ന് ഗിരീശൻ പരാതിപ്പെടുന്നു. ആദ്യ പ്രശ്നം സാമ്പത്തികമാണ്. രണ്ടാമത്തെ പ്രശ്നമാകട്ടെ സാങ്കേതിക നൂലാമാലകളാണ്. സാധാരണക്കാരൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും പേറ്റന്റ് എടുക്കാനാകാതെ പോകുന്നു. 2 പ്രോജക്റ്റുകൾക്ക് പേറ്റന്റിന് അപേക്ഷിച്ചുവെങ്കിലും ഇതുവരെ കിട്ടിയില്ലെന്നും ഗിരീശൻ പറയുന്നു. ഞാൻ ഒരു ദിവസം കൊണ്ട് ചെന്ന് ചോദിച്ചു, പേറ്റന്റിനെ പറ്റി ചോദിച്ചപ്പോൾ അവരൊരു ബുക്ക് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ പേറ്റന്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് പോയി. അത് അവർ സ്വീകരിച്ചു. പിന്നെ ഒന്നുകൂടെ ഞാൻ ചെന്ന് കഴിഞ്ഞ് വേറെ അടുത്ത പേറ്റന്റ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇത് ഇങ്ങനല്ല, ഇത് വേറൊരു രീതിയിലാണ്. ഞാൻ പറഞ്ഞു നേരത്തെ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ബുക്ക് വന്നിട്ട് പറഞ്ഞു. ഞാൻ ബുക്ക് ഞാൻ കാണിച്ചു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറൊരു രീതിയിലാണ്, വേറൊരു പോകുന്നു. പിന്നെ ഇതിൻ്റെ പുറമെ വേറെ ഒരു ജോലി ഇല്ലെങ്കിൽ മാത്രമേ എൻ്റെ പുറമെ പോകാൻ പറ്റത്തുള്ളൂ. നല്ലതിനെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലമല്ലല്ലോ, അതാണല്ലോ കലികാലം എന്ന് തന്നെ പറയുന്നത്. തൊഴിൽ രഹിതനായ ഗിരീശന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾക്ക് തടസ്സമാവുന്നു. വിജയം കണ്ടെത്തിയ 69 കണ്ടുപിടുത്തങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമാകുന്നു. കറണ്ട് ചാർജ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഇൻവെൻഷൻസ് ചെയ്യാനോ ഇല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് പോകാനൊന്നും സാധിക്കത്തില്ല. ഗിരീശൻ പരാജയപ്പെടുന്നത് സ്വന്തം പരീക്ഷണശാലയിലല്ല, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിലാണ്. ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെ നിസ്സഹകരണത്തിന് മുന്നിലും. ഭൂമി ഉള്ളിടത്തോളം കാലം ഓരോ ഇൻവെൻഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും നിൽക്കുന്നില്ല. ഭൂമി എന്നവരെ ഉണ്ടോ അന്ന് വരെ പുതിയ പുതിയ കണ്ടെത്തലുകളുണ്ട്. ശാസ്ത്ര സത്യങ്ങൾ ഉറക്കെ പറഞ്ഞ ബ്രൂണോയെ ചുട്ടുകൊന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ഗലീലിയോയെ തുറുങ്കിലടച്ചു. ശാസ്ത്ര സത്യങ്ങളോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ ഒരു മാറ്റവുമില്ല. മാനവ പുരോഗതിക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഗിരീഷിന്റെ കണ്ടുപിടുത്തങ്ങൾ ലോകം ഇനിയും തിരിച്ചറിയാതെ പോകരുത്. സിറ്റിസൺ ജേർണലിസ്റ്റ് ഷൈജു കായംകുളം. എന്റെ വാർത്ത കണ്ണടയ്ക്കുന്നില്ല, സിറ്റിസൺ ജേർണലിസ്റ്റുകളും.